ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നത് തന്നെത്താൻ താഴ്ത്തിയായിരുന്നു. ഏറ്റവും അനാദരവുള്ള പ്രദേശമായ ഗലീലിൽ നിന്നുള്ള ആളായിരുന്നു. അവിടെ നിന്ന് എന്തെങ്കിലും നല്ലത് വരുമോ എന്ന് ഇസ്രായേലിയർ ചോദിക്കുന്ന നസ്രത്ത് എന്ന പട്ടണത്തിൽ നിന്നുള്ള ആളാണ്. തുച്ഛമായ വരുമാനമുള്ള ഒരു കുടുംബത്തിൽ പിറന്നു. അതിനാൽ തന്നെ യേശു താൻ മിശിഹായാണെന്ന് പറഞ്ഞെങ്കിലും അക്കാലത്തെ പരീശന്മാരും സദൂക്യരും അവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ 1:10-11 കേൾക്കൂ. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ ഉണ്ടായി, എന്നിട്ടും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ സ്വീകരിച്ചില്ല. യേശുവിനെ അക്കാലത്തെ മതനേതാക്കന്മാർ തള്ളിക്കളഞ്ഞു. അവർ അവനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അവർ അവനുമായി തർക്കിച്ചു. അവർ അവനെ വിമർശിച്ചു. പല കാരണങ്ങളാലും യേശു നിന്ദിക്കപ്പെട്ടു. യെശയ്യാവ് 53:3 പറയുന്നത് പോലെ തന്നെ അത് സംഭവിച്ചു. കേൾക്കൂ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വിധം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. യേശു രാജാവായി വരുമെന്ന് കരുതി കാത്തിരുന്ന യഹൂദർ ഇത്തരണത്തിലുള്ള യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ നിരന്തരമായി അവനുമായി മല്ലിട്ട് അവനെ തള്ളിക്കളഞ്ഞു. ഒരു ചുരുങ്ങിയ ശതമാനം ജനങ്ങൾ മാത്രം അവനിൽ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവരിലൂടെ യേശുവിനെ ലോകം കണ്ടു. പക്ഷെ അവനെ സ്വീകരിക്കാൻ ഭൂരിഭാഗവും മടിച്ചു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഇന്നും മനുഷ്യർക്കാകുന്നില്ല. സാമൂഹികമായ തിരസ്കരണമോ പീഡനമോ ഉണ്ടാകുമോ എന്ന ഭയം അവരെ പിന്തിരിപ്പിക്കും. യോഹന്നാൻ 14:6 യേശു പറയുന്ന വചനം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ശ്രദ്ധിക്കൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. ഇത്ര വ്യക്തമായി പിതാവിൻ്റെ അടുത്തെത്താൻ തന്നിലൂടെ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിട്ടും യേശുവിനെ കേട്ട ജനത പല സൃഷ്ടികളാലും യേശുവിൻ്റെ അടുത്തെത്താൻ പരിശ്രമിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ വചനങ്ങൾ ആണ് ഇന്ന് തിരസ്കരിക്കപ്പെടുന്നത്. മറ്റു പല നാമങ്ങളാൽ യേശുവിൻ്റെ നാമത്തെ അനാദരിക്കപ്പെടുന്നു. യോഹന്നാൻ 12:42-43 പറയുന്നത് പോലെയുള്ള ജനങ്ങൾ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ തയ്യാറാകുന്നില്ല. ദൈവത്തിൻ്റെ അംഗീകാരത്തെക്കാൾ മനുഷ്യരുടെ അംഗീകാരത്തെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. സ്ഥാനമാനങ്ങളോടുള്ള താല്പര്യത്താൽ അന്ധരാക്കിയ പരീശന്മാരെ പോലെയുള്ളവരാണവർ. നിലവിലെ ലോകം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ശാശ്വതമായ കാര്യങ്ങളെക്കാൾ ആകർഷകമായി അവർക്ക് തോന്നുന്നു. മത്തായി 19:16-23 വരെയുള്ള ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ധനവാനായ മനുഷ്യൻ്റെ കഥ നാം വായിക്കുന്നുണ്ട്. ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രതീകമായി നമുക്ക് അയാളെ കാണാവുന്നതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ആകർഷിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ പരിശ്രമങ്ങളെ ഇത്തരത്തിൽപ്പെട്ട ജനങ്ങൾ എതിർക്കുന്നു. ഇന്നത്തെ മതങ്ങൾ യേശുവിനെ നമുക്ക് മധ്യേ എത്രയധികം സൃഷ്ടികളെയും പ്രതിമകളെയുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. യേശു പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് അവയെല്ലാം. ഇതൊന്നും മനസ്സിലാക്കാനാവാതെ ആ പരീശന്മാരെ പോലെ ഈ ജനതയും യഥാർത്ഥ യേശുവിനെ നിരസിക്കുകയാണ്. തങ്ങൾ ചെയ്യുന്നത് അടിസ്ഥാനപരമായി ശരിയാണെന്നങ്ങ് കണക്കാക്കുന്നു. യേശുവിൻ്റെ യഥാർത്ഥ രക്ഷയിലേക്ക് ഇവർ എത്തുകയില്ല എന്ന് തന്നെയാണ് വചനം പറയുന്നത്. ലോകമെങ്ങും ക്രിസ്തുവാകുന്ന രക്ഷകൻ്റെ ജനനം ആഘോഷിക്കുന്ന ഈ വേളയിൽ യേശുവിൻ്റെ യഥാർത്ഥ സന്ദേശം നമ്മുടെ ഹൃദയാന്തർഭാഗത്തെ മാറ്റിമറിക്കാനായോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. അല്ലെങ്കിൽ ആ പരീശന്മാരെ പോലെ യേശുവിനെ തള്ളിക്കളയുന്നവരുടെ കൂട്ടത്തിലാണ് നാമും ഉൾപ്പെടുക. ആഘോഷങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒന്നും നേടാനാകില്ല. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.